നമ്മൾ ഈ സമൂഹത്തില് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മേ ബി ഒരു പെൺകുട്ടി പുറത്ത് ഏതെങ്കിലും ഒരു ശരീരഭാഗം കാണിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ പുറത്തുള്ളവർ വരും അവൾ അഴിഞ്ഞാട്ടക്കാരി എന്ന് പറയുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, പറയുന്നവര് അത് എപ്പോഴാണേലും പറയും. നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള വസ്ത്രമാണേലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണേലും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കി നിന്നാൽ നമുക്കായിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കമന്റ്സ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഒക്കെ ഇടുമ്പം ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം ഈ പ്രൊഫഷനിൽ അതെല്ലാം വരുന്നതാണ്. അപ്പം ഞാനതിനെ ആ ഒരു രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നത് ഇടയ്ക്കൊക്കെ. അല്ല, ഞാൻ നോക്കിയപ്പോ പോസ്റ്റിലൊക്കെ കമന്റ് ബോക്സ്. അത് ആരാധകരുടെ ശല്യം കാരണം. ആരാധകരോട് എന്താ പറയാനുള്ളത്? ആരാധകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരുപാട് ശല്യം ചെയ്യാതിരിക്കുക. അല്ല, മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് ഫോട്ടോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇടുമ്പോഴത്തേക്കും അത് എല്ലാവരും തന്നെ കാണുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മെയിനായിട്ട് ഓഫ് ചെയ്തിരുന്നത്. ഇതുപോലെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടല്ലോ, അതില് ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു കമന്റ് ഏത്? ഏറ്റവും വിഷമം തോന്നിയ ഒരു കമന്റ്? മനസ്സിലായില്ല. ഇതുപോലെ ഫോട്ടോസ് ഇടുമ്പോൾ താഴെ ഒരുപാട് ആരാധകർ വന്ന് കമന്റ്സ് ഇടും, അതിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു കമന്റ്? അല്ല, വിഷമം തോന്നാൻ മാത്രം അങ്ങനെ കമന്റ്സ് അങ്ങനെ ആരും ഇട്ടിട്ടില്ല. നല്ല കമന്റ്സ് ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ളൊരു കമന്റ്സ് വരുന്ന എന്നല്ലാതെ ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമന്റ് അതൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ നോക്കാറില്ല. ആക്ച്വലി ഞാൻ എല്ലാ കമന്റ്സും നോക്കാറില്ല, ജസ്റ്റ് നോക്കി പോകുന്നല്ലാതെ. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കമന്റ് ആണെങ്കിലോ? സന്തോഷം അങ്ങനെയായിട്ടില്ല. എല്ലാവരും ഫാൻസ് ആണല്ലോ, മൊത്തത്തിൽ സന്തോഷമാണ്. ഫാൻസുകാരെ കൊണ്ട് വയ്യ. സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, അപ്പൊ സിനിമയുടെ വിശേഷം? ഞാൻ പുതുതായിട്ട് ഇപ്പോൾ അഭിനയിക്കുന്നത് ഡയറക്ടർ ചെറിയാൻ മാത്ത് എന്ന് പറയുന്ന ആളുടെ ഒരു മൂവിയാണ്. അത് മെയ് മാസത്തിലായിരുന്നു അതിൻ്റെ ഷൂട്ടെല്ലാം നടന്നത്. അതിൽ ഞാൻ ഹീറോയിനായിട്ടാണ്. ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. മുമ്പും സിനിമ അഭിനയിച്ചിട്ടുണ്ടോ? മുമ്പ് ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു ഹീറോയിനായിട്ട് വരുന്നത് ഈ മൂവിൽ ഫസ്റ്റ് ഫിലിമാണ്. അപ്പൊ ഇനിയും അങ്ങോട്ട് സിനിമയിലോട്ട് തന്നെ കാണും? അങ്ങനെയാണ്. ഈ സിനിമയിൽ അഭിനയിക്കാനൊക്കെ വീട്ടുകാർ സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, എവിടെ പോയാലും കൂടെ വരുന്നത് അമ്മയാണ്. അതെ, മമ്മി വരും. എങ്ങനെയാണ് ആ ഒരു ബോണ്ട്? മമ്മി കുഴപ്പമില്ല. ചില ടൈമിൽ എനിക്ക് ദേഷ്യം വരാറുണ്ട്, ചില ഡ്രസ്സിങ്ങിന്റെ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ. പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അമ്മ പറയോ മോളെ അത് ഇടണ്ട ഇതിടണ്ട എന്നൊക്കെ പറയും? പറയാറുണ്ട്. അപ്പൊ എന്താ തിരിച്ചു പറയുന്നത്? അല്ല, ഞാൻ ഒന്നും പറയാറില്ല, മൈൻഡ് ചെയ്യാറില്ല. ആദ്യമൊക്കെ പറയുമായിരുന്നു എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ പിന്നെ ഞാനത് നോക്കാറില്ല. പപ്പയോ? പപ്പ കുഴപ്പമൊന്നുമില്ല, പപ്പ ഒന്നും പറയാറില്ല. എന്നാലും അമ്മ പറയുമ്പോ എന്തോ അങ്ങനത്തെ ഡ്രസ് ഇടണ്ട എന്ന് ഫീൽ ചെയ്യാറുണ്ടോ? പൊതുവെ അമ്മമാർ അങ്ങനെയാണല്ലോ. അല്ല, ഞാൻ ഇത്രേ വിചാരിക്കുന്നുള്ളൂ, നമുക്ക് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഇടണ്ടെന്നല്ല പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ നല്ല പ്രായത്തിൽ മാക്സിമം നല്ല രീതിയിൽ നടക്കാന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതെ, ഞാൻ ഒരു കമന്റിൽ കണ്ട കാര്യമാണ്, മാന്യമായുള്ള വസ്ത്രം ധരിക്കണം. ശരിക്കും എന്താണ് ഈ മാന്യം? അത് നമ്മുടെ ഉള്ളിലെ ഒരു ചിന്തയാണ്. മാന്യത അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സാണ് മാന്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്നത് മാന്യമല്ല എന്നുള്ളത് അത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. അപ്പം ഇപ്പം ഇയാളുടെ മൈൻഡിൽ തോന്നുന്ന ഒരു ഇതായിരിക്കില്ല എൻ്റെ മൈൻഡിൽ തോന്നുന്നത്. അപ്പം എല്ലാവരും ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പം ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അതെ, പലരും ഇതുപോലെ പറയുന്നുണ്ട്, സാരി ഒരു മാന്യമായ വസ്ത്രമാണോ അല്ലെങ്കിൽ ചുരിദാർ ഒരു മാന്യമായ വസ്ത്രമാണോ? അല്ല, ചുരിദാർ ആണേലും സാരി ആണേലും അതിപ്പോൾ സാരി ആണേലും ഉടുക്കേണ്ട രീതിയിൽ ഉടുക്കാം. അതിപ്പം കുറച്ച് നേവൽ കാണിച്ചിട്ട് ഉടുക്കണേ അങ്ങനെ ഉടുക്കാം. അത് പല രീതികളിൽ ഉടുക്കാം. അത് കാണുന്ന പ്രേക്ഷകരുടെ കണ്ണിലാണ് അതിൻ്റെ ഒരു